കതിരൂർ മനോജ് വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ഒരു മാസത്തിലേറെ റിമാൻഡിൽ കഴിഞ്ഞ പി ജയരാജന് കഴിഞ്ഞ മാർച്ച് 24-നായിരുന്നു തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയത്. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി 2 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ജയരാജനെ കോടതി വിലക്കിയിരുന്നു. ജാമ്യ വ്യവസ്ഥയിലെ കാലാവധി പൂർത്തിയാക്കി ജില്ലയിൽ തിരിച്ചെത്തിയ ജയരാജന് പാർട്ടി പ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. കാൽടെക്സ് ജംഗ്ഷനിൽ നിന്ന് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് പ്രവർത്തകർ ജയരാജനെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ, MV ജയരാജൻ, നിയുക്ത മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കളും ജയരാജനെ സ്വീകരിക്കാനെത്തിയിരുന്നു. തന്റെ അസാന്നിധ്യത്തിലും ജില്ലയിൽ ഇടതുമുന്നണിക്ക് തിളക്കമാർന്ന വിജയം സമ്മാനിച്ച പ്രവർത്തകരോട് നന്ദി രേഖപ്പെടുത്തിയ ജയരാജൻ അധികാരലബ്ധിയിൽ അമിതാഹങ്കാരം വേണ്ടെന്നും പ്രവർത്തകരെ ഉപദേശിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നു വരുമ്പോൾ LDF-ന്റെ പ്രവർത്തകന്മാർ അങ്ങേയറ്റം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ജനവിധിയെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അധികാരത്തിലാണ്, അതുകൊണ്ട് അഹങ്കരിക്കാനുള്ളതല്ല. തുടർന്ന് മറ്റ് നേതാക്കൾക്കൊപ്പം പി ജയരാജൻ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. മീഡിയ 1 കണ്ണൂർ.